മേഘാലയയിലെ ചിറാപുഞ്ചിയിലെ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് നോക്ക ലിക്കായ്. എന്നാൽ മനോഹരവും ആരെ ആകർഷിക്കുന്നതുമായ വെള്ളച്ചാട്ടത്തിന് പറയാനൊരു ഹൃദയഭേദകമായൊരു കഥയുണ്ട്. വർഷങ്ങളായി അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന ദാരുണമായൊരു കഥ. ഇതൊരു അർബൻ ലെജൻഡ് ആണെന്ന് പറയുന്നെങ്കിലും മേഘാലയയിലെ ആളുകളെ സംബന്ധിച്ച് ഇത് അവരുടെ ചരിത്രം തന്നെയാണ്. So today we will be exploring the truth behind the Noha Likai waterfall with my channel Mystery Busters. നോ ലിക്കായ് വെള്ളച്ചാട്ടത്തിന് മുകളിലുള്ള ഗ്രാമമായിരുന്ന രംഗചീർത്തെ. അവിടെ ലിക്കായ് എന്നൊരു സ്ത്രീ താമസിച്ചിരുന്നു. ലിക്കായുടെ ഭർത്താവ് ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. ഇരുമ്പ് ചുമന്നു കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു അയാളുടേത്. ഈ ദമ്പതികൾക്ക് ഒരു മകളും ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ലിക്കായുടെ ഭർത്താവ് മരണപ്പെട്ടു. ഭർത്താവിന്റെ മരണം അവൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. അവൾ ആകെ തളർന്നുപോയി. തന്റെ കുഞ്ഞിനു വേണ്ടി ജീവിക്കണമെന്ന ചിന്തയാൽ ഒടുവിൽ അവൾ സ്വന്തം ഭർത്താവിന്റെ ജോലി തന്നെ ഏറ്റെടുത്തു. ജോലിക്ക് പോകുമ്പോൾ അവൾ തന്റെ കുഞ്ഞിനെ അയൽക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ജോലിഭാരം ഏറി വന്നപ്പോൾ അവൾക്ക് ഉറക്കം പോലും ഇല്ലാതെയായി. ഈ കാരണം കൊണ്ട് തന്നെ അവൾക്ക് മിക്കപ്പോഴും അസുഖങ്ങൾ വരാൻ തുടങ്ങി. അവളുടെ ബുദ്ധിമുട്ട് കണ്ട് അവളുടെ സുഹൃത്തുക്കൾ അവളോട് മറ്റൊരു വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. കുട്ടിയുടെ സംരക്ഷണത്തിന് അത് അത്യാവശ്യമാണെന്ന് അവൾക്കും തോന്നി. അതിനായി അവൾ തെരഞ്ഞെടുത്തത് തന്നെ ഒരുപാട് സ്നേഹിക്കുകയും തന്റെ വിഷമത്തിൽ കൂടെ നിന്ന തന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാളെയായിരുന്നു. അയാൾ തന്നെ പോലെ തന്റെ മകളെ സ്നേഹിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. വിവാഹം കഴിഞ്ഞ് കുഞ്ഞിനെ നോക്കാനുള്ള സൗകര്യത്തിനായി അവർ രണ്ടുപേരും ഷിഫ്റ്റായി ജോലിക്ക് പോകാൻ തീരുമാനമെടുത്തു. ഒരു ദിവസം ലിക്കായ് ജോലിക്ക് പോകുമെങ്കിൽ അടുത്ത ദിവസം അവരുടെ ഭർത്താവ് ജോലിക്ക് പോകാമെന്ന ധാരണയിൽ അവരുടെ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ലിക്കായി ഒരുപാട് സ്നേഹിച്ചിരുന്ന അവളുടെ രണ്ടാമത്തെ ഭർത്താവിന് അവൾ തന്റെ മകളെ സ്നേഹിക്കുന്നതും പരിചരിക്കുന്നതും ഇഷ്ടമല്ലായിരുന്നു. അവരുടെ സ്നേഹം പകുത്തുപോകാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിക്കായുടെ മകളോട് അയാൾക്ക് വെറുപ്പായിരുന്നു. എന്നാൽ സ്വന്തം ഭർത്താവിന്റെ മനസ്സിലെ വെറുപ്പും വിദ്വേഷവും ആ പാവ സ്ത്രീ മാത്രം അറിഞ്ഞതേയില്ല. അങ്ങനെ ഒരു ദിവസം ലിക്കായ് തന്റെ കുഞ്ഞിനെ ഭർത്താവിനെ ഏൽപ്പിച്ച് തന്റെ ജോലിക്കായി പോയി. ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ വീട്ടിന് മുന്നിൽ വെട്ടവും വെളിച്ചവും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ തപ്പിത്തടഞ്ഞ് അകത്ത് കയറി തന്റെ ഭർത്താവിനെയും കുട്ടിയെയും അവിടെ ആകെ തിരക്കി. പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് നല്ല കൊതിയൂറുന്ന മണം അവളുടെ മൂക്കിലടിച്ചു. അവൾ ഉടനെ തന്നെ അടുക്കളയിലെത്തി. അടുപ്പിൽ എന്തോ വേവിക്കുന്നത് കണ്ട് അവൾ സന്തോഷത്തോടെ പാത്രത്തിന്റെ അടപ്പ് തുറന്നു നോക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഭർത്താവ് അവിടെ എത്തി. അവളോട് ആഹാരം വിളമ്പട്ടെ എന്ന് ചോദിച്ചു. അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ആരും ഇതുവരെ അവൾക്ക് വേണ്ടി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തരാനുണ്ടായിരുന്നില്ല. അവൾ അയാളോട് ആഹാരം വിളമ്പാൻ പറഞ്ഞിട്ട് മുറിയിലാകെ ആരെയോ തിരയുന്നത് കണ്ടിട്ട് അയാൾ എന്താണെന്ന് ചോദിച്ചു. കുട്ടി എവിടെയെന്ന് അവൾ തിരക്കിയപ്പോൾ കുഞ്ഞിനെ ഉറക്കി കിടത്തിരിക്കുകയാണെന്ന് അയാൾ മറുപടി പറഞ്ഞു. നല്ല ക്ഷീണവും ഭയങ്കര വിശപ്പും ഉണ്ടായിരുന്നതിനാൽ ആഹാരം കഴിച്ചിട്ട് കുഞ്ഞിനെ കാണാമെന്ന ചിന്തയിൽ അവൾ ആഹാരം ആസ്വദിച്ച് കഴിച്ചു. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വെറ്റില മുറുക്കുന്ന സ്വഭാവം ലിക്കായ്ക്കുണ്ടായിരുന്നു. അതിനാൽ വെറ്റില വെച്ചിരിക്കുന്ന മുറിയിലേക്ക് അവൾ വിളക്കെടുക്കാതെ തന്നെ പോയി. ആ മുറിക്കകത്ത് വല്ലാത്ത ഇരുട്ടായിരുന്നു. എന്നാൽ ലിക്കായ് തപ്പിത്തടഞ്ഞു ചെന്ന് വെറ്റില വെച്ചിരിക്കുന്ന കൊട്ടയെടുത്തതും എന്തേ വെള്ളം പോലെ അവളുടെ കാലിൽ വന്നു വീണു. ഉടൻ തന്നെ അവൾ പോയി വിളക്കെടുത്തോണ്ട് വന്ന് നോക്കിയപ്പോൾ തറയിൽ കാലിനടുത്തായി രക്തം തളം കെട്ടി കിടക്കുന്നു. അവൾ കൊട്ടയ്ക്കകത്തേക്ക് നോക്കിയപ്പോൾ അതിനകത്തൊരു കുഞ്ഞു വിരൽ. അവൾ ഞെട്ടി പുറകോട്ട് മാറി. തന്റെ അഭാവത്തിൽ തന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു? ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയ അവൾ ദേഷ്യവും സങ്കടവും കൊണ്ട് ഭ്രാന്തിയെ പോലെയായി. കൊല്ലപ്പെട്ട തന്നെ കുഞ്ഞിനെ താൻ കഴിച്ചുപോയല്ലോ എന്ന ചിന്ത അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ സ്വബോധം നഷ്ടപ്പെട്ട് തന്റെ കുഞ്ഞിനെ വെട്ടിനുറുക്കിയ കോടാലിയും എടുത്ത് അവിടെ നിന്ന് ഇരട്ടിലേക്ക് ഇറങ്ങി ഓടി. അവൾ തന്റെ മകളെ വിളിച്ച് അലറിക്കരഞ്ഞുകൊണ്ട് കാട്ടിനുള്ളിലൂടെ ഓടി. ഒടുവിൽ അവൾ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. തന്റെ മകളില്ലാത്ത ലോകത്ത് തനിക്കിനി ജീവിക്കാനാവില്ല എന്ന് അലറിക്കരഞ്ഞുകൊണ്ട് അവൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടി. ഇതിനുശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ആ വെള്ളച്ചാട്ടത്തിന് അവളുടെ പേരിട്ടു നോഹ് ലിക്കായ്. കാലങ്ങൾ കടന്നുപോയി. അവിടെ താമസിക്കുന്ന ജനങ്ങൾ പറയുന്നത് ചില സമയങ്ങളിൽ വെള്ളച്ചാട്ടത്തിന് സമീപം ഭയാനകമായ നിലവിളികൾ കേൾക്കാറുണ്ടെന്നും കൂടാതെ ലിക്കായുടെ രൂപസാദൃശ്യമുള്ള നിഴൽ രൂപം ആ പ്രദേശവാസികൾ പലരും കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ നടന്ന ദാരുണമായ സംഭവത്തിന്റെ വേദനയും പേരെ അവൾ ഇപ്പോഴും അവിടെ അലയുന്നുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു.